ഫാക്ടർ ടിപ്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ടോയ്ലറ്റ് ട്രെയിനിങ് എങ്ങനെ പഠിപ്പിക്കാം, പിന്നെ ബേസിക് ആയിട്ട് ടോയ്ലറ്റ് ട്രെയിനിങ് എങ്ങനെയൊക്കെ ചെയ്യാം, ആ ഒരു കുറച്ച് കാര്യത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ആദ്യമായിട്ട് പപ്പിനെ എടുത്തിട്ട് വരുന്ന ഒരു സ്റ്റേജ്, അതായത് ഒരു 30 ഡേയ്സിലൊക്കെ ചിലപ്പോൾ എടുത്തിട്ട് വരുന്നുണ്ട്. അങ്ങനെ എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഫുഡ് കൊടുക്കുക. ഫുഡ് കൊടുത്തിട്ട് ഫുള്ളായിട്ട് അതിൻ്റെ വയറ് നിറയുന്നത് വരെ നമ്മൾ ഫുഡ് കൊടുത്തതിന് ശേഷം നമ്മൾ അതിനെ എവിടെയാണോ ടോയ്ലറ്റ് കൊണ്ടുപോകേണ്ടത് നമ്മൾ വന്ന ആ ഫസ്റ്റ് ഡേ തന്നെ ഇത് ചെയ്യേണ്ടതാണ് കേട്ടോ. കാരണം നമ്മൾ എങ്ങാനും ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം അങ്ങനെ എന്നുകൊണ്ട് നമ്മൾ നീട്ടിക്കൊണ്ട് പോയാൽ പപ്പി ചിലപ്പോൾ ഒരു സ്ഥലത്ത് അവർ പുറത്തേക്ക് പോവുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണെന്ന് വെച്ചാൽ പിന്നെ ആ ഒരു സ്മെല്ല് അവർക്ക് നമ്മൾ എത്ര വാഷ് ചെയ്താലും എത്ര തന്നെ എന്തിട്ടിട്ട് കഴുകിയാലും ആ സ്മെല്ല് അവിടെ നിന്ന് പോവില്ല. അപ്പോൾ നമ്മളത് അതിൻ്റെ ഒരു ആ സ്മെല്ല്, അതായത് ആ ഒരു സ്മെല്ല് ബ്രേക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സ്പ്രേ ഉണ്ട്, അത് ഞാൻ അതിന് മെൻഷൻ ചെയ്യാം. യൂറിൻ ഫ്രീ റിമൂവർ, അഡോർ റിമൂവർ എന്ന് പറഞ്ഞിട്ടൊരു സ്പ്രേ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ ഒരു സംഭവം ഒന്ന് ആമസോണിൽ വാങ്ങേണ്ടതാണ്. അത് നമ്മൾ എങ്ങാനും പപ്പി ഒരുപക്ഷെ കൂട്ടിലോ അല്ലെങ്കിൽ വീടിനകത്തോ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന പരിസരത്ത് എവിടെയെങ്കിലും പുറത്തേക്ക് പോകുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ സ്മെല്ലൊന്ന് റിമൂവ് ചെയ്തിട്ട് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ട്രെയിനിങ് കണ്ടിന്യൂ പഠിപ്പിച്ചു കൊടുത്താൽ അത് അടിപൊളിയായിട്ട് വീണ്ടും എവിടെയാണോ നമ്മൾ പോകണമെന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ പോകുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞതും മാക്സിമം എല്ലാ പപ്പീസും ഫുഡ് കഴിച്ചു കഴിഞ്ഞതും അപ്പോൾ തന്നെ അവർ പുറത്തേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി അവർക്കുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവർക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം നമ്മൾ എവിടെയാണോ പുറത്തേക്ക് പോകേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് അതിന് ഒന്നില്ലെങ്കിൽ കെട്ടിയിടുക. ഒരുപാട് സ്പേസ് ഒക്കെ ഉള്ള സ്ഥലമാണെന്ന് വെച്ചാൽ അഴിച്ചു വിടുക. അതിൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ടാകുമ്പോൾ അവരവിടെ പുറത്തേക്ക് പോകും. സ്വാഭാവികമായിട്ട് ഭക്ഷണം ഫുള്ളായി കഴിച്ചവരാണെന്ന് വെച്ചാൽ അവിടെ പോകുമ്പോൾ ഉറപ്പായിട്ടും പോകും. ഇത് നമ്മളൊരു 1 വീക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നാൽ 100% ആയിട്ട് അവർ അവിടെ മാത്രമേ പുറത്തേക്ക് പോകുള്ളൂ. പിന്നെ നമ്മൾക്ക് ധൈര്യത്തിൽ കൂട്ടിലായാലും വീടിനകത്തായാലും എവിടെ വേണമെങ്കിലും കയറ്റാം. അവർ പുറത്തേക്ക് പോകേണ്ട ടെൻഡൻസി വരുമ്പോൾ അവർ എവിടെയാണോ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുള്ളത് അവിടെ പോകും. വലിയ പപ്പീസിനെ, അതായത് 3 മന്ത്സിന് മേലെയുള്ള പപ്പീസിന് നമ്മൾ ഒരുപക്ഷെ ട്രെയിനിങ് കൊടുക്കാതെ, ടോയ്ലറ്റ് ട്രെയിനിങ് പഠിപ്പിക്കാതെ ഉള്ളവരാകുമ്പോൾ അവർ കൂട്ടിനകത്തോ അല്ലെങ്കിൽ വീട്ടിനുള്ളിലോ നമ്മുടെ പരിസരങ്ങളിലൊക്കെ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കും. നമുക്ക് ഡോഗിൻ്റെ ആ സ്മെല്ലും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് ഇറിറ്റേഷൻ ഉണ്ടാക്കും. നമ്മൾ എത്ര തന്നെ വീണ്ടും നമ്മൾ പുറത്തേക്ക് തന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് 3 മന്ത്സിന് ശേഷം ഒരുപക്ഷെ അവർ ഒരു 1 മന്തോളമൊക്കെ ഒരേ സ്ഥലത്ത് പുറത്തേക്കൊക്കെ പോയി കൂട്ടിനകത്തൊക്കെ പോയവരാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ടോയ്ലറ്റ് ട്രെയിനിങ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്ന് എവിടെയാണോ ടോയ്ലറ്റും പോകുന്നത് അവിടെ പോയി എത്ര നേരം കളിപ്പിച്ചാലും എത്ര തന്നെ അതിനെ ചങ്ങലേക്ക് പിടിച്ചിട്ട് ചെയിനിൽ പിടിച്ച് കളിപ്പിച്ചാലും അവരവിടെ പുറത്തേക്ക് പോവുകയില്ല. അവരവിടെയും നിന്ന് കളിച്ചതിന് ശേഷം വീണ്ടും കൂട്ടിനകത്തോ അല്ലെങ്കിൽ വീടിനുള്ളിലോ കൊണ്ടുവരുമ്പോൾ അവിടെ വന്ന് കാര്യം സാധിക്കും. അപ്പോൾ അത് നമ്മൾക്ക് ഒരുപാട് ഇറിറ്റേഷൻ ഉണ്ടാക്കും. അത് പപ്പിന് പറഞ്ഞിട്ട് ഡോഗിന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമ്മുടെ തെറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളത് പപ്പീസിൻ്റെ പ്രായം തൊട്ടേ, അതായത് അതിൻ്റെ കുട്ടി പ്രായം തൊട്ട് നമ്മൾ പഠിപ്പിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റ് ട്രെയിനിങ് പക്കയാവും. ഒരുപക്ഷെ അങ്ങനെ 3 മന്ത്സിന് ശേഷം ഇങ്ങനെ ഒരുപാട് ഇറിറ്റേഷൻ ഉണ്ടാക്കുകയാണ്, അങ്ങനെ ഒരുപാട് ഉള്ളിലും പോയി പുറത്തേക്കൊക്കെ പോകുകയാണെന്നുണ്ട് പറഞ്ഞാൽ നമുക്ക് ഒട്ടും വിഷമിക്കേണ്ട. ഈ ഞാൻ പറഞ്ഞ യൂറിൻ ഫ്രീ റിമൂവർ എടുത്തിട്ട് ആദ്യം എവിടെയൊക്കെയാണോ അത് പോയിട്ടുള്ളത് അവിടേക്ക് ഒന്ന് നന്നായി ക്ലീൻ ചെയ്യുക. അതൊഴിച്ച് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ആ സ്മെല്ല് അവിടെ നിന്ന് ബ്രേക്ക് ആവും. പിന്നെ വീണ്ടും അവൻ അവിടെ പോകുന്ന സമയത്ത് ആ സ്മെല്ല് കിട്ടില്ല. പിന്നെ അവർ അവിടേക്ക് പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എവിടെയാണോ പുറത്തേക്ക് കൊണ്ടുപോകണം അവിടെ അവർ കുറച്ച് നേരം, നമ്മൾ ഒരുപാട് ടൈം എടുക്കണം. കാരണം നമ്മൾ ചെറുപ്പത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ അവിടെ കെട്ടിയിട്ട് കഴിയുമ്പോൾ അവൻ അവിടെ നിന്ന് ഇങ്ങനെ കളിച്ച് വേറെ സൈഡൊന്നും ഓടാതെ അങ്ങനെ ഇരിക്കുകയാണെന്ന് പറയുമ്പോൾ അവൻ അവിടെ തന്നെ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് ഉണ്ടാവുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിന് നമ്മൾ എവിടേക്കാണോ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കാൻ പോകണം ആ സ്ഥലം എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡിസ്ട്രാക്ഷൻസ് ഉള്ള സാധനങ്ങൾ, അതായത് പപ്പിൻ്റെ കളിക്കുന്ന ടോയ് ആവാം, പ്ലാസ്റ്റിക് പേപ്പർ, ബോട്ടിൽസ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കണം. കാരണം അവിടെ നിന്ന് ഒഴിവാക്കുന്ന സമയത്ത് കളിക്കുകയാണ് അവൻ. അപ്പോൾ അവിടെ നിന്ന് ഒഴിവാക്കുന്ന സമയത്ത് അവൻ ഡിസ്ട്രാക്റ്റ് ആവില്ല. അപ്പോൾ അവൻ ഉറപ്പായിട്ട് അവിടെ പോകുന്ന സമയത്ത് ടോയ്ലറ്റ് പോകും. അങ്ങനെ അഥവാ നമ്മൾ അവിടെ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉള്ള സാധനങ്ങൾ ഉണ്ട് വെച്ചാൽ അവൻ അതിനോടായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക, ഒരിക്കലും പുറത്തേക്ക് പോയില്ല. അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒന്നുമില്ല വെച്ചാൽ കെട്ടിയിടുക. നമ്മൾ മാക്സിമം ഒരു 3 മന്ത്സിന് ശേഷമുള്ള പപ്പീസിന് ട്രെയിൻ ചെയ്തിട്ടില്ലാത്തവരാകുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ മാക്സിമം കെട്ടിയിടുക. എവിടെയാണോ പോകണമെന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ പോയി ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ട് കഴിയുമ്പോൾ അവന് വേറൊരു ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ അവൻ അവിടെ കറങ്ങി പുറത്തേക്ക് പോകും. ഇതൊരു 1 വീക്ക് നമ്മൾ അവിടെ നിന്ന് ട്രെയിൻ ചെയ്യുക. ഇതിന് മുമ്പ് അവർ എവിടെയെങ്കിലും പുറത്തേക്ക് പോയിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ കൂടിനകത്തോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ട് വെച്ചാൽ അത് ആദ്യം ആ ഒരു യൂറിൻ ഫ്രീ റിമൂവർ വാങ്ങിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വിടുക. ഇല്ല വെച്ചാൽ നമ്മൾ ഇവിടെ പോകുമ്പോൾ അവൻ പുറത്തേക്ക് പോവുകയാണെങ്കിൽ പോലും വീണ്ടും അവിടെ പോകുമ്പോൾ അവിടെ പോകും. അപ്പോൾ അത് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ കഴിക്കണം. അപ്പോൾ എല്ലാവരും ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ടോയ്ലറ്റ് ട്രെയിനിങ്ങും ചെറുപ്പം തൊട്ട് തന്നെ നടത്തി വരും. എനിക്ക് തോന്നുന്നത് അതാണ് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത്. ചെറുപ്പം തൊട്ട് നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് പഠിപ്പിച്ചിട്ട് വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത പുതിയ കമൻറ്റ് ആയിട്ടാണ്. അതുവരെ